ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വന്നേക്കുന്നത് ഒരു ബീഫ് കറി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമ്മൾ ഇറച്ചി ഒന്ന് കഴുകിയെടുക്കുക. ഇതിൻ്റെ ചോര പോണ വരെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. നല്ലോണം കഴുകിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 2-3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് കഴുകി വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഇതൊന്ന് മൂടി വയ്ക്കുക. ഇത് നമ്മൾ 1.5 മണിക്കൂറിന് കുക്ക് ചെയ്തെടുത്തത്. കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ല രസമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ സംഭവം ഇവിടെ സെറ്റായി വരും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവം തന്നെയാണ്.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.